വീണ്ടും LDF-നെ വീണ്ടും കുഴിയിലേക്ക് തള്ളിയിടുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങളായി മാറുന്നില്ലേ, അറിഞ്ഞോ അറിയാതെയോ? ഞങ്ങളുടെ ഗവൺമെൻറ് കേരളത്തിൽ 9.5 കൊല്ലം ഭരിച്ചപ്പോൾ ജനങ്ങളും ഞങ്ങളെ എന്തുകൊണ്ട് തദ്ദേശത്തിൽ വലിയൊരു തിരിച്ചടി LDF-ന് സമ്മാനിച്ചിട്ടില്ലേ? ഒരു പരാജയമാണത്. പരാജയത്തിന് പരാജയം ആയിട്ട് തന്നെ കാണുന്നു. LDF കേരളത്തിൽ സമ്പൂർണ്ണമായും തകർന്നടിച്ചു പോയെന്ന് പറഞ്ഞാൽ ശരിയേ അല്ലത്. എന്തുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ ഉദ്ദേശിച്ച പോലെ പിന്താങ്ങിയില്ല, അല്ലെങ്കിൽ വോട്ട് ചെയ്തില്ല? LDF തിരിച്ചു വരണം. CPI എല്ലാം തികഞ്ഞ പാർട്ടിയാണ്. പക്ഷേ കേരളത്തിൽ പല കാരണങ്ങളാൽ വീഴ്ചകളുണ്ടാകുന്നുണ്ട്. ഞാൻ വീണു. അതാണ് മുന്നോട്ട് പോകാനുള്ള ഇടതുപക്ഷ വഴി. ഇതിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കണം, തിരുത്തണം, തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് വരണം. സമയം കുറച്ചേ ഉള്ളൂ. LDF-നെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം 9.5 വർഷത്തോളമായിട്ട് അത്രത്തോളം വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ഭരണ കാഴ്ചവെപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു അവസാന നിമിഷം ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യങ്ങളിലുണ്ടായ ചെറിയ ചില കല്ലുകടികൾ, അല്ലെങ്കിൽ ശബരിമല വിഷയം പോലുള്ള വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നത് തദ്ദേശത്തിൽ വലിയൊരു തിരിച്ചടി LDF-ന് സമ്മാനിച്ചിട്ടില്ലേ? ഒരു പരാജയമാണത്. പരാജയത്തിന് പരാജയം ആയിട്ട് തന്നെ കാണണം. ഇത് പരാജയത്തിന് നമ്മുടെ വാചക സാമർഥ്യം കൊണ്ടോ വാക്ചാതുര്യം കൊണ്ടോ ഗിമ്മിക്സ് കൊണ്ടോ ഞങ്ങൾ വിജയമാണെന്ന് മേഖലയ്ക്ക് നോക്കാൻ പാടില്ല. പരാജയമാണ്. പക്ഷെ തകർച്ചയല്ല. LDF കേരളത്തിൽ സമ്പൂർണ്ണമായും തകർന്നടിച്ചു പോയെന്ന് പറഞ്ഞാൽ ശരിയേ അല്ലത്. തകർന്നിട്ടില്ല. LDF തകരാൻ പോകുന്നുമില്ല. LDF-ൻ്റെ അടിത്തറയും സ്വാധീന മേഖലയും LDF-ൻ്റെ രാഷ്ട്രീയവും ഒരിക്കലും തകർന്നിട്ടില്ല. ഇറ്റ് ഈസ് വെരി സ്ട്രോങ്ലി ദെയർ. ശക്തമായി തന്നെ അവിടെ ഉണ്ട്. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം കൃത്യമായി പ്രകടമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ആയിരുന്നില്ല എന്നാണ് LDF-ന്റെ കാഴ്ചപ്പാടെങ്കിലും, പക്ഷെ അത് പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പ്. ഒരു സെറ്റ് ബാക്കിൻ്റെ, പരാജയത്തിൻ്റെ ഒരു പുറകോട്ട് പോക്കിൻ്റെ മുമ്പ് നിൽക്കുമ്പം പാഠങ്ങൾ പഠിക്കണം. അത് ലെഫ്റ്റ് ക്വാളിറ്റിയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഗുണമാണത്. ഇടതുപക്ഷത്തിൻ്റെ ക്വാളിറ്റിയാണത്. പാഠങ്ങൾ പഠിക്കണം. ഞാൻ വീണു എന്നിട്ട് ഞാൻ പറയുവാണ് വീഴ്ചയല്ല, ഒരു വിദ്യ കാണിച്ചതെന്ന് പറഞ്ഞല്ലോ. വീണത് വിദ്യ എന്ന് പറയരുത്. വീണത് തന്നെയാണ്, അത് വിദ്യയല്ല. അങ്ങനെ വീഴ്ച പറ്റിയാൽ അത് വീഴ്ചയാണെന്ന് അംഗീകരിക്കേണ്ടത് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ നടപടിയാണ്. അതില്ലെങ്കിൽ വീണ്ടും വീഴാൻ പാടില്ല. ഈ വീഴ്ചയെ വീഴ്ചയായിട്ട് കാണണം. വീഴ്ചയ്ക്കുള്ള ഒരുപാട് കാരണം കാണും. ഇതെന്താണെന്ന് പരിശോധിക്കണം. ആ പരിശോധനകൾ തെറ്റുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റുകൾ തിരുത്തണം. അതാണ് മുന്നോട്ട് പോകാനുള്ള ഇടതുപക്ഷ വഴി. അതാണ് CPI പറയുന്ന നിലപാട്. അങ്ങനെ നോക്കിയാൽ ഒരുപാട് പാഠം പഠിക്കേണ്ടതുണ്ട്. ഒന്നിനും ബാറില്ല. ശബരിമലയുടെ കാര്യം മിണ്ടൂല്ല, ചർച്ചയില്ല എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി മിനിഞ്ഞാന്ന് ഞങ്ങൾ ദീർഘമായിട്ട് വിലയിരുത്തി. ഒട്ടേറെ ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. ഞങ്ങളുടെ ഗവൺമെൻറ് കേരളത്തിൽ 9.5 കൊല്ലം ഭരിച്ചപ്പോൾ ചെയ്ത നേട്ടങ്ങളുടെ വലിയ പരമ്പരയുണ്ട്. കേരളത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങളുണ്ട്. ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത അത്രയും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റാണിത്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കാർഷിക രംഗത്തും വ്യവസായ രംഗത്തും ഭക്ഷ്യവിതരണ രംഗത്തും എന്ന് വേണ്ട എല്ലാ രംഗത്തും 57-ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തുടങ്ങി വെച്ചിട്ടുള്ള ആ വഴിയിലൂടെ മുന്നേറിയതിന് ഫലമായിട്ട് ഒരുപാട് മാറ്റമുണ്ടായി. അതെ, പക്ഷേ ഈ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റമുണ്ടായി. കേരളത്തിൻ്റെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയ ഗവൺമെൻറ്റാണത്. ആ ഗവൺമെൻറ്റിൻ്റെ ഒരു അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ജനങ്ങളുടെ ഒരു ഗണ്യമായ ഭാഗം മാറി ചിന്തിച്ചുവെന്ന് ഞങ്ങൾ ചോദിക്കണം. അല്ല, അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ വികസനങ്ങളിൽ പോലും, അല്ലെങ്കിൽ ഇത്രയും വലിയ വികസനങ്ങൾ ഉണ്ടാകുമ്പോഴും ആരോഗ്യ മേഖലയിൽ വികസനങ്ങൾ ഉണ്ടാകുമ്പോൾ അതേസമയം തന്നെ പല വീഴ്ചകളും സംഭവിച്ചിട്ടില്ല. ആരോഗ്യ മേഖല മാത്രമല്ല, ഇപ്പം റോഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു വീഴ്ചകളും ജനങ്ങൾ വിലയിരുത്തുകയല്ലേ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ? ഈ നേട്ടങ്ങൾക്കൊപ്പം ജനങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഞങ്ങളെ എന്തുകൊണ്ട് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ച പോലെയുള്ള വിജയത്തിലേക്ക് നയിച്ചില്ല? ഞങ്ങൾ ചോദിക്കണം, ചിന്തിക്കണം, പഠിക്കണം. അപ്പോൾ ഈ പാഠങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ, ഇതിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കണം, തിരുത്തണം, തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് വരണം. സമയം കുറച്ചേ ഉള്ളൂ. മൂന്നാം ഊഴം വരണം.
LDF തിരിച്ചു വരണം. അതെ, ഇപ്പോൾ LDF തുടങ്ങി വെച്ചിട്ടുള്ള ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ ഇനിയും ദൂരെയാണ്, അങ്ങോട്ട് പോകണം. അതുകൊണ്ട് LDF ഹാസ് ടു കം ബാക്ക്. അത് പറ്റും. അതിന് LDFനെ സജ്ജമാക്കണം. അതിൻ്റെ ഭാഗമായിട്ട് വേണ്ട പരിശോധനകളും തിരുത്തലുകളും തീർച്ചയായിട്ടും വേണമെന്നാണ് CPI കാഴ്ചപ്പാട്. പക്ഷേ ഈ ഒരു സമയത്തും MM മണി സഖാവിനെ പോലെയുള്ള ചിലരുടെ ചില അറിയാതെ പോകുന്ന ചില വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് പൊതുജനങ്ങൾക്കിടയിൽ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദ പ്രസ്താവനയൊക്കെ വീണ്ടും LDFനെ വീണ്ടും കുഴിയിലേക്ക് തള്ളിയിടുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങളായി മാറുന്നില്ലേ, അറിഞ്ഞോ അറിയാതെയോ? അറിയാതെ ആയിരിക്കും, അറിഞ്ഞാലും ചെയ്യില്ല, അറിയാതെ ആയിരിക്കും. അതെ, പക്ഷെ അറിയാതെ പോലും അത്തരം കാര്യങ്ങളിൽ ജാഗ്രത വേണം. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആകേണ്ടത്, ഞങ്ങൾക്കും CPM-നൊക്കെ ബാധകമാണത്, CPI-ക്കും ബാധകമാണ്. CPI എല്ലാം തികഞ്ഞ പാർട്ടിയാണ് എന്ന അവകാശവാദം എനിക്കില്ല, ഞങ്ങളുടെ പാർട്ടിക്കില്ല. CPI-ക്കുണ്ട് കുറവുകൾ, CPI-ക്കുണ്ട് പരിമിതികൾ. ഈ പരിമിതികളും കുറവുകളും ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാലേ തിരുത്താൻ പറ്റൂ. ഞങ്ങൾ ആ ശ്രമത്തിലാണ്. ആ ശ്രമത്തിൽ ഞങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല. പക്ഷേ അത് മാറ്റിവെക്കാൻ പറ്റില്ല. ആ ശ്രമങ്ങൾ വേണം. നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകും. അതെ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ നേതാക്കന്മാർക്കെല്ലാം വേണം, ഒരു വിനയം വേണം. വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റങ്ങളിലും ഒക്കെ വേണം ആ വിനയം. ഒന്നാമത്തെ കാഴ്ചപ്പാട് എന്താകണം? ഞങ്ങൾ അല്ല യജമാനന്മാർ. വി ആർ നോട്ട് ദ മാസ്റ്റേഴ്സ്. ആരാ മാസ്റ്റേഴ്സ്? മാസ്റ്റേഴ്സ് ജനങ്ങളാണ്. ഞങ്ങളുടെ സ്ഥാനം ജനങ്ങളെക്കാൾ താഴെയാണ്. ആ ബോധ്യം ഇടതുപക്ഷ ബോധ്യത്തിൻ്റെ ഒന്നാമത്തെ പാഠമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ വാക്ക് പ്രവൃത്തി എല്ലാം ജനങ്ങൾക്ക് വിലയിരുത്താൻ അവകാശമുണ്ട്. പക്ഷേ അത് ചിലരിലെങ്കിലും അത് മറന്നു പോകുന്നുണ്ടോ ഈ ഒരു 9.5 വർഷത്തെ ഒരു ഭരണ തുടർച്ച വന്നതോടുകൂടി? അതൊക്കെ പരിശോധിക്കണം. ഇപ്പോൾ CPI-യും CPM-ഉം എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ട് ഈ കാര്യം. ഇലക്ഷൻ്റെ സമയത്ത് മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ്സുകൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള താഴെ തലങ്ങളിലെ സമ്മേളനങ്ങൾ, അവിടെയെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം ഞങ്ങളുടെ സംഘടനാ രംഗത്തുള്ള കടമകളും പ്രശ്നങ്ങളുമാണ്. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഒത്തിരി ഉണ്ട്, രേഖകളുണ്ട് ഒരുപാട്. CPI-ക്കുണ്ട്, ഞങ്ങളെക്കാളേറെ CPM-നും ഉണ്ട്. അതിലൊക്കെ പറയുന്ന കാര്യം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റുകാരനോ കാര്യക്കോ അവർക്ക് നിരക്കാത്ത ശൈലികൾ ജീവിതത്തിലോ പെരുമാറ്റങ്ങളിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ കേരളത്തിൽ പല കാരണങ്ങളാൽ വീഴ്ചകളുണ്ടാകുന്നുണ്ട്. അത് വ്യതിയാനങ്ങളാണ്. ഈ വഴിമാറിപ്പോക്ക്, ഈ വ്യതിയാനങ്ങൾ ശരിയല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മ്യൂണിസ്റ്റ് ഗുണങ്ങളെപ്പറ്റി, കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയെപ്പറ്റി, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെപ്പറ്റി സഖാക്കളെയും അണികളെയും പഠിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് CPI-യും CPM-ഉം. പ്രതിജ്ഞാബദ്ധമാണ്. ആ ശ്രമത്തിൽ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പരിമിതി അതിലകത്തും ഉണ്ട്. ആ തിരുത്തലിൻ്റെ കുറവുണ്ട്. അത് മൂടി വയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ വാക്കുകളുടെ കാര്യം വരുന്നത്. നമുക്കിപ്പം വിമർശിക്കാം, വിമർശനം വേണ്ടി വരും, അഭിപ്രായങ്ങൾ പറയാം, മാറ്റിവെക്കാൻ പറ്റില്ല. പക്ഷേ അത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഭാഷ പ്രധാനമാണ്, നമ്മുടെ വാക്കുകൾ പ്രധാനമാണ്. നാം ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മുടെ വാചകങ്ങളും എല്ലാം പ്രധാനമാണ്. അല്ലാതെ അറിയാതെ പോലും നമ്മൾ മാസ്റ്റേഴ്സായി ചിന്തിച്ചുകൊണ്ട് അവർക്കൊന്നും അറിയില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗുണമല്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗുണമാണ്. അതെ. പക്ഷേ ഇദ്ദേഹം മാത്രമല്ല, അതിനു മുൻപ് നമുക്കറിയാം നിയമസഭ കൂടിയ സമയത്താണെങ്കിൽ പോലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ചെറിയ രീതിയിലുള്ള നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ട്. 8 മുക്കാലട്ടിട്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള. അതേപ്പറ്റി ഇത്ര എനിക്ക് പറയാനുള്ളൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം തലസ്ഥാനമാണ്. തലസ്ഥാനത്ത് ഈ ഒരു കോർപ്പറേഷൻ കൈവിട്ട് പോകുമ്പോൾ അത് ഒരേപോലെ ഇടതിനും വലതിനും ഒരുപോലെ ക്ഷീണമാണ്. കാരണം BJP-യുടെ കയ്യിലേക്ക് ഒരു കോർപ്പറേഷൻ പോകുമ്പോൾ. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് LDF-ഉം അതുപോലെ തന്നെ UDF-ഉം ഒരുമിച്ച് ചേർന്നുകൊണ്ട് BJP-യെ തലസ്ഥാനത്ത് നിന്നും BJP-യിൽ നിന്നും ഇത് തിരിച്ചെടുക്കണം എന്നുള്ള ഒരു അജണ്ട മുന്നോട്ട് വെക്കും എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. യഥാർത്ഥത്തിൽ BJP-യുടെ കയ്യിൽ നിന്നും തിരുവനന്തപുരം നഗരസഭ തിരിച്ചെടുക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ, അല്ലെങ്കിൽ LDF-ഉം UDF-ഉം കൂടെ ചേർന്ന് നിന്നുള്ള പദ്ധതികൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇപ്പം ഇല്ല, അറ്റ് ദിസ് മൊമെൻ്റ് ഇല്ല. പക്ഷേ ഗൗരവമേറിയ ഒരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ തലസ്ഥാനത്തിൽ
കേരളത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായിട്ട് വേണം. അതെ, തീർച്ചയായിട്ടും. അവിടെ RSS നയിക്കുന്ന BJPക്ക് ഇത്രയും വളർച്ച ഉണ്ടായതിൻ്റെ നിസ്സാരമായി കണ്ടുകൂടാ. അതെ, ഗൗരവമായി കാണണം, ഗൗരവമായി കാണണം. അത് ഇടതുപക്ഷം കാണുന്നുണ്ട്. നമുക്കറിയാം UDF കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു വലിയൊരു ക്ഷീണം തന്നെ സമ്മാനിച്ചിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ തന്നെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം എഫക്റ്റ് ഉണ്ടാകുമെന്നും UDF അത് തിരിച്ചടിയാകുമെന്നുമായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത്. ആ ഒരു സമയം അത് മാറിക്കൊണ്ട് ശബരിമല വിഷയം ഉയർന്നു വരികയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് LDF അത് തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഈ പത്മകുമാറിനെ പോലെ ശബരിമല വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന വ്യക്തികൾ ഇപ്പോഴും പാർട്ടിക്കകത്ത് തുടരുന്നത് കൊണ്ടായിരിക്കുമോ ഈ ഒരു തിരിച്ചടി ഉണ്ടായത്? അതേപ്പറ്റി പഠനം വേണം. ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മിനിങ്ങാന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവിൻ്റെ ഒരു കാഴ്ചപ്പാട് ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില പേപ്പറിലൊക്കെ അതിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ നേരെ പറഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ വളച്ചൊടിച്ചിട്ടുമുണ്ട്. അതിപ്പം മാറ്റാൻ പറ്റില്ല. അതൊക്കെ അവരുടെ പത്രങ്ങളെല്ലാം അവരുടെ ഇഷ്ടം പോലെ മേമ്പൊടി ചേർക്കും അല്ലെങ്കിൽ വളച്ചൊടിക്കും. പക്ഷേ ജനകീയത്തിൽ ഇന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഫുൾ ടെസ്റ്റ്. ഇത് നിങ്ങൾ കഴിയുമ്പോൾ കൊടുക്കുക, കാണിക്കുക. എങ്ങനെയെങ്കിലും LDFനെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും CPI എന്നാണ്. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ആ രേഖ പറയുന്നുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടം അടക്കം പലതും ഉണ്ടായിട്ടും ഞങ്ങളുടെ വലിയ നേട്ടങ്ങളുടെ വലിയ പരമ്പര ഉണ്ടായിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ ഉദ്ദേശിച്ച പോലെ പിന്താങ്ങിയില്ല അല്ലെങ്കിൽ വോട്ട് ചെയ്തില്ല? പ്രതീക്ഷിച്ച വിജയം എന്തേ ഞങ്ങൾക്കുണ്ടായില്ല? അപ്പം ഞങ്ങളുടെ നേട്ടങ്ങൾക്കപ്പുറത്ത് ഈ ശബരിമല പോലെയുള്ള സംഭവങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചോ എന്ന കാര്യം നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അങ്ങോട്ട് നോക്കാതെ മുഖം തിരിക്കാൻ പാടില്ല, നോക്കണം. ഏതറ്റം വരെ, ഏത് എക്സ്റ്റെൻറ്റ് വരെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. വിശ്വാസങ്ങളെ മാനിക്കണം, വിശ്വാസികളെയും മാനിക്കണം. വിശ്വാസികളുടെ പിന്തുണ കൂടാതെ ഈ പറയുന്ന മതഭ്രാന്തിനെ എതിർക്കാൻ പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റില്ല. മതതീവ്രവാദം, മതഭ്രാന്ത്, മതമൗലികവാദം എല്ലാം ഇവിടെ ശക്തിപ്പെടുകയാണ്. ഈ സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. മതങ്ങളും മതവിശ്വാസവും യാഥാർത്ഥ്യമായി സമൂഹത്തിൽ ആ വിഭാഗത്തെ അവഗണിക്കാനും പറ്റില്ല. അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഈ മതഭ്രാന്തനെ, മതതീവ്രവാദത്തെ ചെറുക്കാൻ പറ്റൂ. സത്യമാണ്, എല്ലാ മതങ്ങൾക്കുള്ളിലും ഈ മതഭ്രാന്ത് ശക്തിപ്പെടുന്നുണ്ട്, മതതീവ്രവാദം വലുതാകുന്നുണ്ട്. സത്യത്തിൽ ഈ മതതീവ്രവാദങ്ങളെല്ലാം ഭൂരിപക്ഷ മതമായാലും ന്യൂനപക്ഷ മതമായാലും എല്ലാ മതതീവ്രവാദങ്ങളും മതവിരുദ്ധമാണ്. മതത്തിനും ദൈവത്തിനും എതിരാണവർ. അതുകൊണ്ട് അത് മനുഷ്യർക്കെതിരാണ്. മനുഷ്യരാണല്ലോ വിശ്വാസികൾ, അവർക്കും എതിരാണ്. അതുകൊണ്ട് മനുഷ്യരായ വിശ്വാസികൾക്കും മതത്തിന് തന്നെയും ദൈവത്തിനും എതിരായിട്ടുള്ള ഈ ആപത്പ്രവണതയാണ് മതതീവ്രവാദം. അതിനെ തോൽപ്പിക്കാനുള്ള സമരം പാവനമായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ബന്ധുക്കളാരാ? സമൂഹത്തിലെ മഹാഭൂരിഭാഗം വരുന്ന വിശ്വാസികളാണ്. അവരവഗണിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അവരുമായിട്ടുള്ളൊരു ഹെൽത്തി ഡയലോഗ് വേണം. അതെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ചില മതസംഘടനകളുടെ നേതാക്കന്മാരെ ചേർത്ത് പിടിച്ചിട്ടുള്ളതും LDFന് ഒരു ക്ഷീണം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വ്യക്തി, അദ്ദേഹമൊക്കെ ചില മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ചുമുള്ള വലിയ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അതും പൊതുജനങ്ങൾക്കിടയിൽ പഠിക്കണം എന്ന് പറയുമ്പം അതിനകത്ത് ഇതെല്ലാം പെടുന്നുണ്ട്. അല്ലാതെ പാഠം പഠിക്കുമ്പോഴത്തേക്ക് ഈ പാഠം പഠിക്കാൻ പോകുന്നില്ല, ഈ പാഠവും പഠിക്കാം. എല്ലാ പാഠങ്ങളും പഠിക്കണം. ലെഫ്റ്റിൻ്റെ മുഖമാകാൻ വേണ്ടി ഞങ്ങൾ ഇടതുപക്ഷം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. LDFൻ്റെ മുഖം LDF തന്നെയാകണം, വേറെ ആരുമല്ല. അതെ, ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സഖാവ് പറഞ്ഞതുപോലെ തന്നെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി ഈ ഒരു സംഭവിച്ച കുറ്റങ്ങളെല്ലാം അല്ലെങ്കിൽ ആ ഒരു പിഴവുകളെല്ലാം നികത്തിക്കൊണ്ട് നിയമസഭയിൽ പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും തുടർഭരണത്തിൽ വരാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം എത്രത്തോളമാണുള്ളത്? 100%.
100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ഈ വീഴ്ചയുടെ പാഠങ്ങൾ പഠിക്കും. ഞങ്ങൾക്ക് പറ്റിയിരിക്കാവുന്ന തെറ്റുകൾ തിരുത്തും. ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകും. ജനങ്ങളാണ് വലിയവരെന്ന് കാണും. വലിയവരായ ഞങ്ങളുടെ യജമാനന്മാരായ ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ വീണ്ടും വിജയിക്കും. കേരളത്തിൽ 3ാം ഊഴമുണ്ടാകും. അതാണ് CPIയുടെ ബോധ്യം, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം നമുക്കൊണ്ട് ഇത്രയും വിലപ്പെട്ട സഖാവിൻ്റെ സമയം തന്നതിന് താങ്ക് യു. സന്തോഷം. കാണാം.